ശരിക്കും നമ്മൾ മക്കളെ വളർത്തുന്നതിലേറെ കെയർ ചെയ്തിട്ടാണ് ഓരോ ബിസിനസ് കൊണ്ടുവരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പിന്നെ ഔട്ട്കമാണ് കേട്ടോ ആ ബിസിനസ്സിൽ വരുന്ന ഓരോ ചെറിയ മാറ്റങ്ങളും ഇയാൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആളുടെ സുഹൃത്തിനോ അല്ലെങ്കിൽ ആളുടെ കുടുംബത്തിനോ ചിലപ്പോൾ അത് ഇയാൾ പറയുന്ന ചില സംഭവങ്ങളൊന്നും അത്രത്തോളം അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇയാളുടെ സന്തോഷങ്ങൾ. പക്ഷേ ഇയാളത് ഒരു മക്കളപ്പം ഒരു ഉമ്മ പറയില്ലേ, ഇന്നലെ ഇങ്ങനെ ചിരിച്ചു മോനെ ഇങ്ങനെ പാട്ട് പാടി എന്നിട്ട് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നമ്മളടുത്ത് വരുമ്പോൾ നമുക്കതത്ര എന്താ ഇപ്പോൾ കുട്ടികളില്ലേ എന്ന് പറയും. അതേപോലെയാണ് നമ്മളെ ബിസിനസ്സിൽ നമ്മൾ പറയില്ലേ ഇന്ന് ഇങ്ങനെ ക്ലയൻറ്റിൻ്റെ വർക്ക് കിട്ടി അല്ലെങ്കിൽ ഇന്ന ക്ലയൻറ്റ് നമുക്കൊരു ചെക്ക് കിട്ടി, അപ്പോൾ ഇവർക്ക് അതിനെന്താ എന്ന് തോന്നും. നമുക്ക് ചിലപ്പോൾ ആ ഒരു വലിയൊരു ആളെ ഒരു കമ്പനീൻ്റെ ഒരു വർക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രീം ആയിരിക്കും. ഒരു ചെക്ക് ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ചെക്കൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം, ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കും, ഇടയ്ക്ക് നോക്കും. കാരണം വെച്ചാൽ നമ്മൾ ദുബായിൽ പ്രത്യേകിച്ചും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ബിൽ ബോർഡ്സിൽ കണ്ട വലിയ ബ്രാൻഡുകളാണ്. നമ്മളവിടെ പോയി നമ്മൾ മാർക്കറ്റ് ചെയ്തു, ആ വർക്ക് നമുക്ക് കിട്ടി, എന്നിട്ട് അവിടുന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെക്ക് അവിടുന്ന് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ PR അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ട്സിൽ നിന്ന് ചെക്ക് കളക്ട് ചെയ്ത് വരുമ്പോൾ ഞാൻ പറയുന്നത് ഒരു ഫോട്ടോ അയച്ചുകൊണ്ടെന്ന് പറയും. ഇന്നത് കാണാം, അതൊരു സന്തോഷമാണ്. അവരെ കമ്പനീൻ്റെ ചെക്കിൽ നമ്മുടെ കമ്പനിക്കൊരു ചെക്ക് തരുന്നു, മാഷാ അല്ലാ. അത് ഭയങ്കര അതൊക്കെ ഒരു ചെറിയ ഹാപ്പിനെസ് ആട്ടോ ഒരു ബിസിനസ് ആയിട്ട് സംബന്ധിച്ചോളം കിട്ടുന്ന ഒരു സന്തോഷങ്ങളാണ്. ഓക്കെ.